Without any allergies. See? Push back. Maximum. 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 Sit up. It's calcium. What allergy ആണെങ്കിൽ calcium will also be an allergy. Okay? പക്ഷേ ഇത് 20 പോയി. മറ്റേതൊക്കെ 10 പോയി. ഇത് 20 പോയി. That means better than egg. It should absorb egg. See, the allergy നമ്മൾ പറയുമ്പോൾ it doesn't mean that it is creating itching. It should always create itching. It shows that there is a lack of absorption. So egg കഴിക്കുന്നു, എഗ്ഗിലെ പ്രോട്ടീൻ, എഗ്ഗിലെ ഫാറ്റ്, എഗ്ഗിലെ കാൽഷ്യം ഇതൊന്നും പ്രോപ്പറായിട്ട് ബോഡി കിട്ടുന്നില്ല. So what happens? Your body will gradually go into deficiency. And because of the deficiency, your body is not able to resist. And each item becomes a toxin or enemy for the body. Only when your body is weak. When your body is strong, it doesn't happen. Kerabido. Adutha sadhanam. Right. Maximum push it. Maximum. Try your very best. Even good. Try checking. 20 ആയപ്പോൾ പോയി. It is vitamin C. Vitamin C absorption ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. അതും 20 പോയത്. That means it is very weak. 110 കിട്ടേണ്ടത്. So it is highly allergic. വൈറ്റമിൻ സി എന്ന് പറയുമ്പം ഓറഞ്ച്, നാരങ്ങ ഒന്നും പറ്റത്തില്ല. അതൊന്നും അബ്സോർബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ബോഡിക്ക് റെസിസ്റ്റൻസ് ഇല്ല. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് we are going to tell the body that your brain has to absorb, give orders to absorb the vitamins. നാരങ്ങാവെള്ളമൊക്കെ ഞാൻ കുടിക്കുന്നുണ്ട്, പക്ഷെ ബോഡിക്ക് അബ്സോർബ് ചെയ്യുന്നില്ല. അതെ. Maximum. Good. Try your level best. Good. ഇത് 50 വരെ പോയി. ഇത് ഇച്ചിരി ബെറ്റർ ആയി. This was B complex. Better one. 110 കിട്ടേണ്ടതാ, but it came down at 50. അപ്പൊ ബ്രെയിൻ അറിയാം ഇത് അത്രയും ടോക്സിക് അല്ല. സോ ബി കോംപ്ലക്സ് ഏതിനകത്ത്? നമ്മുടെ ബ്രാൻ തവിടിനകത്ത് ബി കോംപ്ലക്സ്. സോ വീറ്റും അങ്ങനത്തെ ഒക്കെ ചോറിനകത്തുള്ള തവിട്, അതിനകത്ത് ബി കോംപ്ലക്സ് അബ്സോർബ് ചെയ്യുന്നത്. ഗോതമ്പിനകത്തും ബി കോംപ്ലക്സ് ഉണ്ട്, പഞ്ഞിപ്പുലിനകത്തുണ്ട്. ഇതുപോലുള്ള തവിടുള്ള എല്ലാ ഐറ്റംസിനകത്തും ബി ഉണ്ട്. അത് ബോഡി അബ്സോർബ് ചെയ്യുന്നുണ്ട്, ബട്ട് only 50%. അയ്യോ അത് പോയി. ഇതുപോലെ ഇത് 20 ആയപ്പോൾ പോയി. ഷുഗർ ഇഷ്ടമുള്ള സാധനം നമ്മുടെ ശത്രുവാണ്. അത് 20 ആയപ്പോൾ പോയി. ഓക്കെ, ഇനി ഒന്നുമില്ല, പുഷ് ചെയ്തു. മാക്സിമം ഗുഡ്. ആണ്ട് കിടക്കുന്നു. സ്വിങ് ചെയ്യാനുണ്ടോ? അച്ഛാ റെസിസ്റ്റ് ചെയ്യേ. എന്താ അത്? അമിനോ ആസിഡ്, പ്രോട്ടീന് അബ്സോർപ്ഷൻ നടക്കുന്നു. 20. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോട്ടീന്റെ ബേസിക് യൂണിറ്റ് ചെയ്യാം അമിനോ ആസിഡ്. പ്രോട്ടീൻ ഇല്ലാത്ത ഇല്ലാത്ത സാധനങ്ങളില്ല. നമ്മുടെ നോൺ വെജ് മൊത്തം പ്രോട്ടീൻ. ചെറുപയർ, വെങ്കാട്, കടല, ഗ്രീൻ പീസ്, സോയാബീൻസ്, ഓൾ ദീസ് ആർ പ്രോട്ടീൻസ്. വെജിറ്റബിൾ പ്രോട്ടീൻ, ആനിമൽ പ്രോട്ടീൻ. ഇതിനകത്തൊന്നും ബോഡിക്ക് പ്രോട്ടീൻ അബ്സോർപ്ഷൻ നടക്കുന്നില്ല. ഇതെങ്ങനെ അറിയും? നമുക്കൊന്നും അറിയത്തില്ല.
നമ്മൾ കഴിക്കുന്നുണ്ട്, പക്ഷെ ബോഡി അത് അബ്സോർബ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ബി കോംപ്ലക്സ് ടാബ്ലറ്റ് കഴിക്കുമ്പോഴേ പിറ്റേ ദിവസം യൂറിൻ പാസ് ചെയ്യുമ്പോൾ അങ്ങനെ പോകുന്നതാണ് ശ്രദ്ധിച്ചു. യെല്ലോ യൂറിൻ. ബി കോംപ്ലക്സ് എന്തുമാത്രം അബ്സോർബ് ചെയ്യും നമുക്കറിയത്തില്ല. ബോഡി ഗെറ്റ്സ് ഇറ്റ് ഔട്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ കഴിക്കുന്നുണ്ട്, പക്ഷെ ബോഡി അത് അബ്സോർബ് ചെയ്തെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. This came down at 40. This is acid. Acid is the digestive acid within you. Digestion proper ആയിട്ട് നടക്കുന്നില്ല. You have received the payment of 2,300. This is alkali. Acid and alkali. രണ്ടും കൂടെ വേണം ഡൈജഷൻ നടത്താൻ. ഇതും വീക്കാണ് 40. കയറി. Yes. DNA 20. ലാസ്റ്റ് ഇപ്പോഴത്തെ ലാസ്റ്റ് 11 ലാസ്റ്റ്. യെസ്. ഇത് 640. ഓക്കെ. സോ എഴുതാം. താങ്ക് യു. അങ്ങനെ ഒന്നുകൂടെ കൈ നോക്കാം. കൈ നോക്കി ഇത്രയും ചെയ്യുമ്പോൾ കൈ ഒത്തിരി പേര് പറയാറുണ്ട് ഡോക്ടർ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് മസിൽ വീക്ക് ആകത്തില്ലേ, അതുകൊണ്ട് കൈ പോകുന്നു. സോ ദിസ് ഇസ് വാട്ട് ഐ ഡു ആഫ്റ്റർ ദിസ് മാക്സിമം സ്ട്രെച്ച് without any allergens. See. So this is a normal thing that in നമ്മുടെ ഡെയിലി ലൈഫിൽ ചൂടുവെള്ളത്തെ നമ്മൾ തൊടും. ചൂടുവെള്ളത്തെ തൊടുമ്പോൾ ചൂടാണ് ആര് പറയുന്നു? സെൻസറി നെർവ്സ് ബ്രെയിനോട് ബ്രെയിനാണ് പറയുന്നത് ചൂടുവെള്ളം. കൈ വലിക്കാൻ പറയുന്ന ആരാ? ബ്രെയിനാണ്. ത്രൂ ദ മോട്ടോർ. ദിസ് ഇസ് കോൾഡ് റിഫ്ലെക്സ് ആക്ഷൻ. ഈ റിഫ്ലെക്സ് ആക്ഷൻ മെത്തേഡിലൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ സാധനം ഇവിടെ വെച്ചു, ബ്രെയിൻ സെൻസ് ചെയ്തു, മോട്ടോർ നെർവ്സ് വീക്കായി. സോ ഇങ്ങനെയാണ് ഇതിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനിയുണ്ട് നോക്കാനായിട്ട്. ഇപ്പൊ ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ശത്രുവാന്ന് പറഞ്ഞില്ല ബ്രെയിൻ, നമ്മൾ ഈ സാധനം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ we are going to stimulate the brain and tell the brain this is not an allergen. ഇപ്പൊ ചൂടുവെള്ളത്തെ നമ്മൾ ആദ്യം നോക്കും നല്ല ചൂടാണ്. പതുക്കെ 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 നമ്മൾ ചൂടുവെള്ളത്തെ തൊട്ടാൽ our body gets tolerated. ബോഡി അലർജി ഉള്ള ഒരു പേഷ്യന്റ് ആദ്യമായിട്ട് ബോഡി ഒരിടത്ത് ഭയങ്കരമായിട്ട് തോന്നും, പക്ഷെ കോൺസ്റ്റന്റ് സ്ലോ ആൻഡ് സ്റ്റഡി എക്സ്പോഷർ will make the brain normal. ഈ സെയിം പ്രോസസ്സാണ് നമ്മൾ ഇനി ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഈ 11 ഐറ്റംസും we tune the body and tell the body this is not an allergy. അപ്പോൾ ഈ 11 കഴിയുമ്പോൾ ഈ 10 കിട്ടിയ എഗ് should become 110. എടുത്തിട്ട് സെയിം തിങ് ഐ ബി ഗോയിങ് ടു ചെക്ക്. അന്നേരം 10 വന്നത് 110 വരും, 20 വന്നത് 110 വരും. വന്നില്ലെങ്കിൽ അതിനർത്ഥം the body hasn't received it. അപ്പം എന്തോ ഫെയിലിയർ ഉണ്ടായി, പിന്നെയും ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് 10 is important. ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഷുഗർ ചെയ്തിട്ട് പോയി, ഷുഗർ ചെയ്തിട്ട് പോയി. വിത്തിൻ ഞങ്ങളൊരു പഥ്യമുണ്ട്, 25 hours പഥ്യം. യു ഷുഡ് നോട്ട് ടച്ച് ഓർ ഈറ്റ് ദാറ്റ് പർട്ടിക്കുലർ തിങ്. ഇവരെന്ത് ചെയ്തു? ഇവര് നമ്മുടെ മെഡിസിൻ അറിയാതെ, ഷുഗർ ആണത് നമ്മുടെ പിൽസ് ഒക്കെ, നമ്മളത് പറയും, പക്ഷെ ഇവർ ഓർത്തില്ല. ഈ 25 hours മെഡിസിൻ പിൽസും കഴിച്ചു. വന്ന് നോക്കിയപ്പോൾ സോ ഈവൻ ദ സ്മോൾ തിങ്സ്. വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ മുട്ട ചെയ്തു, നമ്മൾ മുട്ട കഴിക്കുന്നില്ല, ഡയറക്റ്റ് തോന്നുന്നില്ല, പക്ഷെ ഫ്രിഡ്ജിനകത്ത് മുട്ടയുണ്ട്. പ്ലീസ് ഡോണ്ട് ടച്ച് ദ ഫ്രിഡ്ജ്. ഇൻഡയറക്റ്റ് ടച്ചിങ്. ബിക്കോസ് ബ്രെയിന് നമ്മളങ്ങ് ഓഫാക്കുക. നമ്മൾ ഈ പ്രോബ്ലമാറ്റിക് ഇത് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റീബൂട്ട് ചെയ്തു. വി ആർ ഗിവിംഗ് ദ ബ്രെയിൻ ദ ടൈം ടു റീബൂട്ട്. അപ്പോൾ ആ സമയത്ത് എക്സ്പോഷർ വാല്യൂ 25 hours ഈ സാധനം തൊണ്ടല്, ഈ സാധനം കഴിക്കാം. 24 മണിക്കൂർ കഴിക്കാം. എക്സെപ്റ്റ് ആനിമൽ പ്രോട്ടീൻ, ആനിമൽ ഫാറ്റ്, ഇതെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ അവരുടെ ഇറച്ചി, മുട്ട, പാല്, 3 ഐറ്റംസും ടിൽ ദ ലാസ്റ്റ് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ അല്ലാത്തതെല്ലാം 25 hours കഴിയുമ്പോൾ പതുക്കെ പതുക്കെ കഴിക്കാം. അപ്പോൾ വൈറ്റമിൻ സി ചെയ്യുന്നു, 25 hours കഴിയുമ്പോൾ വി ആസ്ക് യു ടു ടേക്ക് വൈറ്റമിൻ സി കണ്ടെയ്നിങ് ഫുഡ്സ്. ബി കോംപ്ലക്സ് 25 hours കഴിയുമ്പോൾ ബി കോംപ്ലക്സ് കണ്ടെയ്നിങ് ഫുഡ്സ് കഴിക്കും. ഷുഗർ 25 hours കഴിയുമ്പോൾ ഷുഗറി ഫുഡ്സ് കഴിക്കും. പിടികിട്ടിയോ?
സാറിപ്പം ഇത് ഈ ട്രീറ്റ്മെന്റ് എന്നായിരിക്കും ചെയ്യുന്നത്? ഇപ്പൊ തുടങ്ങും. ഓ, ഇന്ന് തുടങ്ങി. Yeah. ഇന്നത്തേന് 10 ഇല്ല. This is the start today. Then on you can come on alternate days. വന്നു എന്നെ കാണണ്ട. ഈ 11 വന്നു ട്രീറ്റ്മെന്റ് എടുത്ത് പോകാം. ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പോയി. ഇപ്പൊ ആന്റി കയറി വന്നു. ആന്റിക്ക് ഫിഷ് അടുത്ത പ്രാവശ്യം മുതലാണ് ഡയറ്ററി റെസ്ട്രിക്ഷൻ. അടുത്ത പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഏത് ദിവസം? ഇന്ന് ടുഡേ ഈസ് Tuesday. Tuesday. So You can come on Thursday. ഓക്കെ. അന്ന് തൊട്ട് 10. അന്ന് ചെയ്യുന്നതിന് 10. അന്നിപ്പോ സപ്പോസ് എഗ്ഗാ ചെയ്യുന്നിരിക്കട്ടെ, 25 hours you are not supposed to touch or eat. 26ാമത്തെ മണിക്കൂറിൽ കഴിക്കാം തിയറിറ്റിക്കലി, പക്ഷെ എഗ്ഗ് ആയതുകൊണ്ട് പറ്റത്തില്ല. അടുത്ത ദിവസം കാൽഷ്യമാണ്. 25 hours കാൽഷ്യം കണ്ടന്റിംഗ് ഫുഡ്സ് പറ്റത്തില്ല. 25 hours കഴിയുമ്പോൾ കാൽഷ്യം കണ്ടന്റിംഗ് ഫുഡ്സ് കഴിക്കും. എക്സെപ്റ്റ് എഗ്ഗ്, മിൽക്ക്, മീറ്റ്. ബാക്കിയെല്ലാം ഇപ്പൊ വെജിറ്റബിൾസിനകത്തെല്ലാം കാൽഷ്യം ഉണ്ട്. യു ക്യാൻ ടേക്ക് ദാറ്റ്. ഫിഷിനകത്ത് കാൽഷ്യം ഉണ്ട്. യു ക്യാൻ ടേക്ക് ഫിഷ്. പിടിയിട്ടില്ല. ഇപ്പം ഈ മീറ്റ് ഐറ്റും എഗ്ഗും മിൽക്കും ഇന്നോട്ട് സ്റ്റോപ്പ് ചെയ്യാം. സ്ഥിരമാണ് സ്റ്റോപ്പ് ചെയ്യാം. പതുക്കെ ഞാനിത് താഴെ വരുമ്പോൾ ലാസ്റ്റ് പാർട്ടിൽ വി ഹാവ് ദ മിൽക്ക്. ഹിയർ വി ഹാവ് ദ മിൽക്ക്. ഹിയർ വി ഹാവ് ദ ചിക്കൻ, എഗ് യോക്ക്, എഗ് വൈറ്റ് എല്ലാം ഇവിടെ ഉണ്ട്. അത് കഴിയുമ്പോൾ ഓക്കെ. ഇപ്പം പോകുന്ന പോലെ തന്നെ 10 കണ്ടിന്യൂ എങ്ങനെ പോവാം. അപ്പൊ ഓരോന്ന് നമ്മൾ കയ്യിലിരിപ്പ് മാറുമ്പോൾ കണ്ടുപിടിക്കുന്ന സാധനങ്ങൾ അത് മാറ്റി വെക്കും. ഇപ്പൊ ഹലുവ, സോ അതിനകത്ത് ഏതോ ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. മൈദ വിൽ ബി എ പോസിബിലിറ്റി, ഡാൽഡ വിൽ ബി എ പോസിബിലിറ്റി. കാരണം ഇവ നെയ്യൊന്നും ചേർക്കത്തില്ല, ഡാൽഡ ആയിരിക്കും ഒഴിക്കുന്നത്. എനിക്ക് സാധാരണ അങ്ങനെ ഒന്നും കഴിച്ച് ചെറിയ എഫക്ട് ചെയ്യില്ല. ചെറിയ തടിപ്പോ അല്ലെ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ ചെറിയ വരുന്നത് ഭയങ്കര അത് ഞാൻ പറഞ്ഞില്ല, അയല സാറിന്റെ അടുത്ത് പറഞ്ഞ അത് ഇതല്ലായിരുന്നു. ഇവിടെ എല്ലാം ഈ സംഭവം ഉണ്ടല്ലോ, അങ്ങ് വീറി ചുരി ഇങ്ങനെ കണ്ട അറിയാത്ത ഒരു രീതിയായിരുന്നു. അല്ലാതെ എല്ലാ മീനും ഇപ്പം കഴിക്കും. ഏതായി ചൂട, മോത, മത്തി, കിളിമീന് അതൊക്കെ കഴിക്കും. അയല അങ്ങനെയൊന്നുമില്ല, ചൂര ഒന്നും കഴിക്കും. ഇപ്പൊ നോർമൽ ചോറും അങ്ങനത്തെ കറിവർഗ്ഗങ്ങളെല്ലാം കഴിക്കാം, നോർമൽ ഫുഡ് ഐറ്റംസ് എക്സെപ്റ്റ് മിൽക്ക്, എഗ് ആൻഡ് മീറ്റ്. മീറ്റ് means ബാക്കിയെല്ലാം കഴിക്കാം. So chicken, beef. പറയാം വൈറ്റമിൻ സി എന്ന് പറഞ്ഞത് ചെയ്യുമ്പോൾ Yeah. നോ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ. വൈറ്റമിൻ സി എല്ലാ വെജിറ്റബിൾസിനകത്തും ഫ്രൂട്ട്സിനകത്തും വൈറ്റമിൻ സി ഉണ്ട്. അപ്പൊ അന്ന് അവര് ഇതിനകത്ത് ഡയറ്റ് പറയുന്നത് ബീഫൊക്കെ കഴിക്കാറുണ്ട്, പക്ഷെ വേണ്ട, പക്ഷെ ഫിഷ് കഴിക്കാം. ഫിഷ് ആൻഡ് റൈസ വാട്ടർ ആ രീതിയിൽ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാം. ഇത് US-ലെ സംഭവം. അപ്പൊ അവരുടെ ഡയറ്റ് ചാർട്ട് മൊത്തം US-ലെ സാധനം. അപ്പൊ അവരെന്നെ തുറന്ന് ബീഫ് കഴിച്ചോളാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ബീഫ് അറിയാം, ബീഫ് കഴിച്ചാൽ ചോർച്ചിൽ ഇല്ലാത്തത് പോലും ചോദിക്കും. സോ ഇറ്റ് സേഫ് ഇസ് ടു അവോയ്ഡ്. കാരണം അമിനോ ആസിഡ് പറയുന്നത് ഭയങ്കര വീക്കാണ്. പ്രോട്ടീൻ, ബീഫിന്റെ പ്രോട്ടീൻ ഇഷ്യൂ ഉണ്ടാക്കും. സോ അവോയ്ഡ് ചെയ്യുന്ന സേഫ്, റൈറ്റ്? അപ്പം വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ട്രീറ്റ്മെന്റ് ഒരു വിളിക്കും. അപ്പോൾ ട്രീറ്റ്മെന്റ് സ്റ്റിമുലേറ്റിംഗ് യുവർ സ്പൈനൽ നെർവ്സ്. ഇത് കയ്യിൽ തരുമ്പോൾ ബ്രെയിൻ സെൻസ് ചെയ്യുന്നു. ബ്രെയിനോട് നമ്മൾ ഇൻഡയറക്റ്റ്ലി പറയുന്നു ദിസ് ഇസ് നോട്ട് എന്നുള്ള സ്റ്റിമുലേഷൻ. സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യും. ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യും. 20 മിനിറ്റ്സ് കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് കൊടുക്കുക. 25 hours 26th hour you will take that. This is the treatment. ഇത് ഇന്നലെ ഇനി Thursday വരുമ്പോൾ അടുത്തത്